ഞാൻ എൻ്റെ കരിയർ ഞാൻ 25 വർഷമായിട്ട് ഞാൻ ഷെഫ് ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിതെല്ലാം നമുക്ക് വേറെ വർക്ക് അറിയത്തില്ല. ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞ് നാളെ മുതൽ വരണ്ടാന്നിങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്തി. ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. വലിയൊരു പ്രതിസന്ധി ഘട്ടം കടന്ന് ഒരു സംരംഭകനായി മാറിയ ഒരു യുവാവിൻ്റെ കഥയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ എങ്ങനെയായിരുന്നു ഫിലോയുടെ തുടക്കമൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ 2000-ലാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ 2017 വരെ ഞാൻ വെളിയിലായിരുന്നു. അതിനുശേഷം ഞാൻ 17-ൽ ഞാൻ നാട്ടിൽ തിരിച്ചെത്തി. നാട്ടിൽ നിന്ന് ജോലി ചെയ്യാന്നുള്ളത് നമ്മുടെ വലിയ ഡ്രീമായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ തിരിച്ച് 2017-ൽ ഞാൻ കുമരകത്തൊരു ജോലി കിട്ടി. അപ്പം എക്സിക്യൂട്ടീവ് ഷെഫായിട്ട് നമ്മുടെ ഡ്രീം പോസ്റ്റായിരുന്നു അത്. അങ്ങനെ നമ്മൾ ജോലി കിട്ടി നമ്മളവിടെ നാട്ടിൽ തിരിച്ച് സെറ്റിലായി. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനാണ് കോവിഡ് വരുന്നത്. കോവിഡ് വന്നു. നമ്മളത് വലിയ പാനിക്കൊന്നും ആയില്ല. അത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു. ഹോട്ടലിൽ പതിയെ ലീവ് എടുക്കാൻ പറഞ്ഞു. ആ ലീവ് പിന്നെ പതിയെ കുറച്ച് ദിവസങ്ങൾ നീളാൻ തുടങ്ങി. ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞ് നാളെ മുതൽ വരണ്ടാന്നിങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്തി. അങ്ങനെ വരുമ്പോഴത്തേക്ക് മാരീഡ് ആയിരുന്നു. എനിക്ക് 3 പിള്ളേരുണ്ട്. അപ്പം പിന്നെ പേരൻസ് ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള ലയബിലിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ശരിക്കും പകച്ചുപോയി. തീർച്ചയായിട്ടും അതെല്ലാവരും അങ്ങനെയാണല്ലോ. വെച്ചാൽ നമുക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു ജോലി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം പിന്നെയുള്ള കുറേ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ അപേക്ഷിച്ച് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ദിവസങ്ങളായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ നമ്മളൊരു ട്രോമയുടെ വേറൊരു ലെവല്. അപ്പം അങ്ങനെ ഒത്തിരി പേര് പക്ഷേ നമ്മൾ മെൻ്റലി സപ്പോർട്ടിന് ഒത്തിരി പേര് അതുകൊണ്ടൊക്കെ വന്നെങ്കിലും ഈ പറയുമ്പോഴും പക്ഷേ ഈ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്നവർക്ക് ഗാലറിയിൽ നിന്ന് കൈയടിക്കുന്നവർക്ക് നമ്മൾ വ്യത്യാസമുണ്ടല്ലോ. ഇപ്പം ആശ്വാസ വചനങ്ങൾക്ക് വലിയ പ്രാധാന്യം എനിക്കന്ന് തോന്നിയില്ല. എന്നുവെച്ചാൽ റിയാലിറ്റി നമ്മളെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നു. പിന്നെ അന്നേരമാണ് ഇത് മുന്നോട്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടാവുമെന്നൊരു തോന്നൽ വന്നപ്പോഴത്തേക്കിനാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ തോന്നിയത്. പക്ഷേ എന്ത് തുടങ്ങും എന്നുള്ളതിനെപ്പറ്റി ഞാൻ എൻ്റെ കരിയർ ഞാൻ 25 വർഷമായിട്ട് ഞാൻ ഷെഫ് ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിതെല്ലാം നമുക്ക് വേറെ വർക്ക് അറിയത്തില്ല. ഫുഡ് ഉണ്ടാക്കുക, കൊടുക്കുക. അതല്ലാതെ എനിക്ക് ബിസിനസ് ചെയ്യാൻ അറിയത്തില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയിൽ ആരും ബിസിനസ്സുകാരില്ല. അപ്പം നമുക്കിതേപ്പറ്റി ബിസിനസ് ചെയ്യാനായിട്ട് പറഞ്ഞു തരാനായിട്ടും ആളില്ല. അപ്പം ഇതെങ്ങനെ തുടങ്ങണം അല്ലെങ്കിൽ എന്ത് തുടങ്ങുമെന്നുള്ളതും അറിയത്തില്ല. ഞങ്ങൾ എപ്പോഴും മറ്റൊരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്ത് ശീലിച്ച ആൾക്കാരാണ്. അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഒരു സാധനം ഉണ്ടാക്കി വിറ്റ് പൈസ മേടിക്കാമെന്ന് പറഞ്ഞത് നമുക്ക് നമ്മൾ ചിന്തിക്കാത്തൊരു മേഖലയാണ്. നമ്മളെ കൊണ്ട് പറ്റുമായിരിക്കും. പക്ഷേ നമ്മളതിനെപ്പറ്റി ചിന്തിക്കേണ്ട സാഹചര്യം നമുക്ക് വരാഞ്ഞതുകൊണ്ട് നമ്മളത് ചിന്തിക്കേണ്ട അങ്ങനത്തെ സിറ്റുവേഷൻ വന്നില്ലായിരുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളിത് തുടങ്ങുന്നത്. അപ്പം മീൻസ് പല ഐഡിയാസ് വന്നു. ബിരിയാണി, പൊതിച്ചോറ്, അങ്ങനെ ഒത്തിരി പരിപാടികൾ ഇങ്ങനെ ചിന്തിച്ചു. പിന്നെ ഞാൻ ഓർത്ത് എന്തായാലും തുടങ്ങുമ്പോൾ എന്തായാലും വെറൈറ്റി ആയിട്ട് ആൾക്കാർക്കിടയിൽ ഒരു ഹൈപ്പ് ഉണ്ടാവണം. മീൻസ് ആൾക്കാർക്ക് നമുക്ക് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ഒത്തിരി ഷെഫുമാർ ബിരിയാണിയിലേക്ക് ഒരുപാടുണ്ട്. ഇഷ്ടംപോലെ സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്തവർ തന്നെ ഇഷ്ടംപോലെ ആ സെയിം കോൺസെപ്റ്റ് ആയിരുന്നു ഞാനും ചിന്തിച്ചത്. ആദ്യം വഴി സൈഡിൽ എവിടെയെങ്കിലും കൊണ്ടിട്ട് ഒരു ബിരിയാണി വിൽക്കുക എന്നുള്ളതാണ് നമ്മളും ചിന്തിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് ഒത്തിരി ആൾക്കാരുണ്ട്. ഇത് മേടിക്കാനായിട്ട് ആൾ വരണ്ടേ. റോഡിൽ ആളില്ലാത്തൊരു സമയത്ത് നമ്മൾ റോഡിൽ കൊണ്ട് ബിരിയാണി വെക്കുന്നതിൻ്റെ കഥയില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പല മേഖലകൾ ചിന്തിച്ചാണ് ലാസ്റ്റ് എന്നാലൊരു ഫുഡ് ട്രക്കിൽ പിസ്സ ഉണ്ടാക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടാക്കി. അങ്ങനെ അതിനുള്ള ഡിസൈനും കാര്യങ്ങളും എല്ലാം പ്ലാൻ ചെയ്ത് വണ്ടി ടാറ്റയുടെ ഒരു ചേസ് പോയി ബുക്ക് ചെയ്തു. അങ്ങനെ ആവത്തൊരു ഏകദേശം ഒരു എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഒരു 1 വീക്കിൻ്റെ ഒരു ടൈം അല്ലെങ്കിൽ 2 വീക്സിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു കണ്ടീഷൻ വന്നപ്പോഴാണ് നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെ എന്നെ വിളിച്ച് ഈ ഐഡിയാസ് എല്ലാം കേട്ടപ്പോൾ പുള്ളി വേറെ ആളെ സജസ്റ്റ് ചെയ്തു തന്നു.
അദ്ദേഹമാണ് എൻ്റെ കംപ്ലീറ്റ്ലി കരിയറിൽ നമുക്കൊരു കരിയർ ചേഞ്ചിങ് ഒരു ഇത് ആക്കി തന്നത്. അപ്പം അങ്ങനെ പുള്ളിക്കാരൻ അന്നേരം പല എൻ്റെ ഐഡിയാസ് മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അതൊരു പക്ക ഫ്ലോപ്പ് ഐഡിയ ആണ് ഫിലോ, അത് വർക്കൗട്ട് ആവത്തില്ല. കാരണം വെച്ചാൽ ഫിലോയുടെ ഈ ഐഡിയ പ്രാക്ടിക്കലി വയബിൾ അല്ല എന്ന് പുള്ളി എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പിന്നെ പുള്ളിയാണ് എന്നോട് പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിച്ച ബിസിനസ് വിടണല്ലോ, നിങ്ങൾ പ്ലാൻ ചെയ്തല്ലേ, നിങ്ങളത് ചെയ്തു. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കറണ്ട് സിറ്റുവേഷൻ പക്ക ലോക്ക്ഡൗൺ ആണ്. നിങ്ങൾ വെളിയിൽ പോയി ഫുഡ് ഉണ്ടാക്കി ഇതുപോലത്തെ ഒരു ഫുഡ് ട്രക്കും കൊണ്ട് പോകുന്നതൊന്നും പ്രാക്ടിക്കൽ അല്ല. നിങ്ങൾ കാര്യം ചെയ്ത് നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറഞ്ഞു. ചേട്ടനറിയാലോ നമ്മൾ മണർകാട് എന്ന് പറയുന്നത് കോട്ടയത്ത് നിന്ന് ഇത്രയും ദൂരമാണ്. അപ്പം നമ്മളെ പക്ഷെ മണർകാട് നിന്ന് ഒരു പിസ്സ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക, പ്രത്യേകിച്ച് ഇതൊരു ഇപ്പോഴാണ് ഇവിടെ 10 വീട് ഈ ചുറ്റുവട്ടത്തായത്. നേരത്തെ റബ്ബർ തോട്ടത്തിന് നടുക്കൊരു വീടായിരുന്നു ഇത്. അപ്പം ആര് വന്ന് ഇവിടെ മേടിക്കാനുണ്ട് വെച്ചാൽ ഇവിടുത്തെ നമ്മളൊരു പൊറോട്ട ബീഫ് അല്ലെങ്കിൽ ഒരു കപ്പ മീൻകറിക്ക് അപ്പുറത്തോട്ട് അതിന്റെ അപ്പുറത്തോട്ട് നമ്മൾക്ക് ഒരു ഫുഡ് എന്ന് പറയുന്ന ചിന്തയില്ല. അതിനപ്പുറത്തുള്ളത് മുഴുവൻ ധാരാളിത്തമാണ്, മനസ്സിലായില്ലേ. അപ്പം എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടും ഞങ്ങളുടെ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു മേസ്ത്രി ഒരു സുധിച്ചേട്ടനുണ്ട്. അങ്ങനെ സുധിച്ചേട്ടനാണ് ആക്ച്വലി ഈ ഒരു ഐഡിയ മീൻസ് സുധിച്ചേട്ടനോടാണ് ഞാൻ ഈ ഒരു ഐഡിയയെ പറ്റി സംസാരിച്ചു. അതിൻ്റെ മെറ്റീരിയൽസ് മുഴുവൻ പ്രൊക്യൂർ ചെയ്യാണ്ട് ഈ പറഞ്ഞ ഞാൻ ഇതുവരെയും കാണാത്ത മാർട്ടിൻ എന്ന് പറയുന്നൊരു ഫ്രണ്ട് നമുക്ക് ഇതിൻ്റെ എല്ലാം റെഡിയാക്കി സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ സാധനങ്ങൾ വന്നു. സുധിച്ചേട്ടനെ ഞാൻ വീഡിയോസ് പലത് കാണിച്ച് അപ്പോൾ ഇതുണ്ടാക്കുന്നത് ഞാൻ പണ്ട് മൊറോക്കോയിൽ വർക്ക് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഐഡിയ എല്ലാം വെച്ച് നമ്മളത് നമ്മുടേതായിട്ടുള്ള ഐഡിയയിൽ നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ ട്രൈ ചെയ്ത് എടുക്കുകയാണ്. അന്ന് പിന്നെ ഇതിൻ്റെ അകത്ത് പല സാധനങ്ങളും ഇവിടെ ഇന്നിപ്പം നിങ്ങൾ കാണുമ്പോൾ കറുത്ത ഗ്രാനൈറ്റ് ടേബിളാണ്. അന്ന് ഇത് ടൈൽസിൻ്റെ ഷോറൂം പോലെ ഇവിടെ പച്ചയാണെങ്കിൽ ഇവിടെ മഞ്ഞ, പിന്നെ ഇവ വെള്ള, അങ്ങനെ പല ടൈലായിരുന്നു. ചില അതെല്ലാം അടുത്തുള്ള വീട്ടുകാർ അവരവരുടെ വീട്ടിൽ ഇരുന്ന് എക്സ്ട്രാ ടൈലുകളെല്ലാം തന്നത് എല്ലാം കൂടെ മേടിച്ചു വെച്ചാൽ നമുക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും മിനിമലിലാണ്. വെച്ചാൽ നമ്മുടെ പൈസ ഇല്ലായിരുന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ അപ്പോൾ കടം മേടിക്കാതെ നമ്മളൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തു. മറ്റേത് ഫുഡ് ട്രക്ക് കോൺസെപ്റ്റ് ഫുള്ള് കടത്തലായിരുന്നു പ്ലാൻ ചെയ്തത്. ഇത് ഏത് വർഷമാണ് നമ്മൾ ഇവിടെ പിസ്സ ഉണ്ടാക്കി തുടങ്ങിയത്? ഏത് വർഷമായിരുന്നു? 2020 കോവിഡിന്റെ ആ ഒരു പീക്കിലാണ്. പീക്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് ബിസിനസ്സുകൾ വെളിയിൽ ഇങ്ങനെ വണ്ടികളിലൊക്കെ ആൾക്കാർ വിൽക്കുന്നുണ്ട്. പക്ഷേ ആൾക്കാർ വെളിയിലോട്ട് നോർമൽ ലൈഫായി തുടങ്ങിയിട്ടേ ഇല്ല. നോർമൽ ലൈഫ് അകത്ത് തന്നെയാണ്. ലോക്ക്ഡൌൺ ടൈമിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിസ്സ ഉണ്ടാക്കി തുടങ്ങി കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്, ആളുകളുടെ ഒരു സഹകരണവും? പിസ്സ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് ആദ്യം നമ്മൾ ഉണ്ടാക്കിയിട്ട് ഓർഡർ കിട്ടിയിട്ട് ഉണ്ടാക്കിയതാണോ അതല്ല ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ആക്ച്വലി നമ്മളിവിടെ ഇങ്ങനെ അയൽക്കത്തൊക്കെ എടുത്ത് കൊടുത്ത് ഫ്രണ്ട്സിനൊക്കെ കുറച്ച് പേർക്ക് കൊടുത്തു. അപ്പം കുറെ പേര് ഫീഡ്ബാക്ക് നല്ലതെന്ന് പറഞ്ഞവരുണ്ട്. കുഴപ്പമില്ല. ഇതിനകത്ത് വെച്ചാൽ ഒന്ന് നമ്മൾ പട്ടിണിയാകാതിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. മോശം മുഖത്ത് നോക്കി പറയത്തില്ല ആൾക്കാർ. ഇപ്പം നമ്മളൊരു ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ ആയി പോകുക. അപ്പം ആൾക്കാർ കുഴപ്പമില്ല ചെയ്യ ആ സമയത്ത് എല്ലാവരും എൻകറേജ് ചെയ്തുള്ളൂ, നീ ചെയ്യും നടക്കും. അപ്പം അങ്ങനെ ഒരു ഇതായിരുന്നുകൊണ്ട് നമുക്കും എനിക്ക് ആ സമയത്ത് കിട്ടിയ വാക്കുകൾ മുഴുവൻ തുടങ്ങിയപ്പോഴത്തേനും ആൾക്കാരെല്ലാം പോസിറ്റീവായിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്തത്. നടക്കും, സക്സസ് ആവും, നീ നോക്കുക. ടേസ്റ്റ് ചെയ്ത അയൽവക്കംകാരൊക്കെ നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. പിന്നെ ഒരു ഓർഡർ പുറത്തേക്ക് പോകുന്ന എപ്പോഴാണ്? പുറത്തേക്ക് പോകുന്നത് ഇങ്ങനെ ആൾക്കാർ ഫ്രണ്ട്സും ഫാമിലി അയൽക്കത്തുള്ളവരെല്ലാവരും പിന്നെ മേടിച്ചു. വെച്ചാൽ ഈ പറഞ്ഞ ഒരു അനുതാപത്തിന്റെ പേരിൽ ആദ്യം മേടിച്ചു, പിന്നെ ഇഷ്ടപ്പെട്ടിട്ട് മേടിക്കാൻ തുടങ്ങി, പിന്നെ ഇഷ്ടപ്പെട്ടവർ പിന്നെ ആൾക്കാർക്ക് റെഫർ ചെയ്യാൻ തുടങ്ങി. ഈ 5 വർഷം ആയിട്ട് ഇന്ന് വരെ നമ്മുടെ ബിസിനസ് നടക്കുന്നത് നമുക്ക് ഈ ഒരു ചെറിയതാണെങ്കിൽ പോലും ഒരു മൂലയിൽ കോട്ടയത്തിൻ്റെ ഒരു മൂലയ്ക്ക് പോലും നമ്മൾ ഇല്ല. പക്ഷേങ്കിൽ എന്നാൽ ഈ ഒരു ചെറിയൊരു സംരംഭം നമ്മൾ ഒരു പിസ്സ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളും എവിടെയെങ്കിലും ഒരു ബെഞ്ച് മാർക്ക് നമ്മൾ ഉണ്ടാക്കിയത് റെഫറൽ ബിസിനസ്സാണ്. ഇത് അല്ല നമ്മൾ മാർക്കറ്റ് പൈസ കൊടുത്ത് മാർക്കറ്റ് ചെയ്ത ഒരു മാർക്കറ്റിംഗ് കഴിച്ച ആളുകളുടെ ഫീഡ്ബാക്ക് അവർ കഴിക്കുന്നു, ഒരാളുടെ റെഫർ ചെയ്ത് ഇങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ്. അത് ശരി. അപ്പൊ ഇവിടുന്ന് അന്ന് നമുക്ക് ഇവിടുത്തെ എത്രയായിരുന്നു, നമ്മുടെ വോളിയം എത്രയായിരുന്നു, എത്ര പിസ്സ ഒക്കെ? നമ്മളന്ന് തുടക്കത്തിൽ ഞങ്ങൾ 3 പിസ്സ വരെ വിറ്റ ദിവസങ്ങളുണ്ട്. 3 പിസ്സ, 8 പിസ്സ, 10 പിസ്സ, 12 എണ്ണം അങ്ങനെ വന്നു ഞങ്ങൾ 80 പിസ്സ ഒക്കെ വിൽക്കുന്ന ഒരു കപ്പാസിറ്റിയിലേക്ക് ഞങ്ങൾ എത്തിയായിരുന്നു.
ഇപ്പൊ ആ ഒരു 80 ലെവലിലൊക്കെ പോകുന്നില്ല, അതോ അതിന് മുകളിൽ പോകുന്നുണ്ടോ? ഡിപ്പെൻസ് ആണ്. ഇവിടെ കോട്ടയം ബിസിനസ് ഒരിക്കലും ഓരോ ദിവസത്തെ ബേസ് ചെയ്തിരിക്കും. നമ്മൾ ചില ദിവസം നല്ല തിരക്കാണെങ്കിൽ പിറ്റേ ദിവസം ചിലപ്പോൾ തീർത്ത് ഡൗൺ ആയിരിക്കും. ബിസിനസ് അല്ലേ, ബിസിനസ് ആകുമ്പോഴത്തേക്കിന് ഇപ്പോൾ ആൾക്കാർക്ക് ഇതെന്ന് വെച്ചാൽ ഇപ്പം ഡെയിലി നമ്മൾ ചോറുണ്ടെന്നു അതുപോലെ അല്ലല്ലോ. ഇതെന്ന് പറഞ്ഞാൽ ഒരു മൂവി കഴിക്കുമ്പോഴത്തേക്കിന്, അല്ലെങ്കിൽ ഒരു പിള്ളേരുമായിട്ടൊരു ഗ്യാതറിങ് ചെയ്യുമ്പോഴത്തേക്കിന്, അല്ലെങ്കിൽ എല്ലാവരും കൂടി കൂടി 2 വെള്ളം അടിക്കുമ്പോഴത്തേക്കിന് ഒക്കെ കഴിക്കുന്ന സാധനമാണല്ലോ. അപ്പം അന്നേരം ആൾക്കാരുടെ മൂഡിനനുസരിച്ചാണ് നമ്മുടെ ബിസിനസ് പോകുന്നത്. പിന്നെ വെക്കേഷൻ ടൈം ആകുമ്പോൾ കോട്ടയത്ത് നമുക്ക് സെയിൽ കൂടും. വെക്കേഷൻ കഴിയുമ്പോഴത്തേക്കിന് കുറച്ച് ഡൗൺ അടിക്കും. പക്ഷെ എന്നാലും നമുക്ക് കുഴപ്പമില്ലാതെ നമ്മുടെ ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും സാലറി കൊടുക്കാനുള്ളത് ഇതിൻ്റെ അകത്തും കിട്ടുന്നുണ്ട്. അത്രേ ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കോട്ടയത്ത് മണർകാട് പഞ്ചായത്ത് ഏരിയയിൽ ടെറസിൽ, വീടിൻ്റെ ടെറസിൽ തുടങ്ങിയ ഈ സംരംഭം ഏത് ഘട്ടത്തിലാണ് എറണാകുളം പോലെ ഒരു മെട്രോ സിറ്റിയിലേക്ക്, കൊച്ചി പോലെ ഒരു മെട്രോ സിറ്റിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്? കൊച്ചി ആക്ച്വലി അതിനകത്ത് വലിയൊരു കഥയുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു എനിക്ക് നല്ല സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് എന്നുള്ളത്. നമ്മൾ ഈ ഹോട്ടൽ എന്തായാലും ഷെഫാണല്ലോ നമ്മളപ്പം പണ്ടുപോലെ ഒരു ഡ്രീമാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇൻഫോ പാർക്കിൻ്റെ അവിടെ. അപ്പം ഇൻഫോ പാർക്ക് നമ്മൾ ചൂസ് ചെയ്തത് തന്നെ നമ്മൾ ഒരു സർവേ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഇൻഫോ പാർക്കിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്ന് പിസ മേടിക്കുമായിരുന്നു. അപ്പം എറണാകുളത്ത് നിന്ന് ആൾക്കാർ വണ്ടി ഓടിച്ച് ഇവിടെ വന്ന് പിസ മേടിച്ചുകൊണ്ട് എറണാകുളത്ത് തിരിച്ചു പോയി അവർ അവിടെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു മാർക്കറ്റ് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് എനിക്ക് പലപ്പോഴും തോന്നാണ്. പിന്നെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും നമ്മുടെയൊക്കെ വന്നിട്ട് പറയാറുണ്ട്, ഫിലോ നിങ്ങൾ തുടങ്ങി, എറണാകുളത്ത് തുടങ്ങി ഒരു മാർക്കറ്റ് കിട്ടും നിങ്ങൾക്ക്, എന്നുവെച്ചാൽ അവിടെ നിങ്ങൾക്കൊരു സ്കോപ്പ് ഉണ്ടെന്ന് എല്ലാവരും പറയാറുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ ഇൻഫോ പാർക്കിൻ്റെ അവിടെ ഒരു സ്പേസ് ഇങ്ങനെ കണ്ടപ്പം ഒരാഗ്രഹം തോന്നി. അതെന്നാ തുടങ്ങിയത്? അത് ആക്ച്വലി കഴിഞ്ഞ വർഷം, അതായത് 2014 ഒരു എനിക്ക് തോന്നുന്ന ഒരു ഓഗസ്റ്റ് ഒക്കെ മാസമായപ്പോഴത്തേക്കിന് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലം ഞങ്ങൾ വെറുതെ ഡ്രൈവ് ചെയ്ത് പോയപ്പോഴത്തേക്കിന് ഞങ്ങളിങ്ങനെ ഒരു സ്പേസ് കണ്ടു. അതിങ്ങനെ മനസ്സിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ലാൻഡ് ഓണറെ കാണുമ്പോഴത്തേക്കിന് എൽദോ എന്ന് വിളിയത്. പുള്ളി ഒരിക്കലും പുള്ളി നടക്കത്തില്ലെന്നാണ്. അപ്പം ഞാൻ ഡയറക്റ്റ് സംസാരിക്കുന്നതിന് വരെ പുള്ളി. അതിനുശേഷം പിന്നെ ഞങ്ങൾ പലരെ കൊണ്ട് പറയിപ്പിച്ച് നോക്കിയിട്ട് പുള്ളി സമ്മതിക്കുന്നത്. പിന്നെ ഞങ്ങൾ പോയി പുള്ളിക്കാരനെ കണ്ട് സംസാരിച്ച് പുള്ളി എങ്ങനെയോ അതിൻ്റെ അത് കൺവിൻസ്ഡ് ആയി. പുള്ളി അങ്ങനെ ആ ലാൻഡ് നമുക്ക് ലീസിന് തരുമായിരുന്നു. അങ്ങനെയാണ് നമ്മളവിടെ. ഏത് വർഷം, ഏത് സമയത്താണ് തുടങ്ങിയത്? നമ്മൾ ഒക്ടോബറിൽ അതിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങി. നമ്മൾ ഏപ്രിൽ 2-ാം തീയതി. ഡൈനിങ് ഉണ്ടല്ലോ? ഡൈനിങ് ഉണ്ട്. എത്ര സീറ്റാ? നമുക്ക് 24. ലൊക്കേഷൻ ഏതാ വരുന്നത്? ഇൻഫോ പാർക്ക് ഇടച്ചിറ എന്ന് പറയും. ഇടച്ചിറ. അപ്പൊ അങ്ങനെ റെസ്റ്റോ കഫേ ആണ് ബേസിക്കലി. നമുക്ക് പിസ്സ മാത്രമല്ല അവിടെ നമുക്ക് പിസ്സ ഉണ്ട്, സുഷി ഉണ്ട്, സ്റ്റേക്സ് ഉണ്ട്, പാസ്ത ഉണ്ട്, പിന്നെ കുറെ പാനേഷ്യൻ ഐറ്റംസ് ഉണ്ട്. ഒരു വൈഡ് മെനു നമുക്കുണ്ട്. ഇനി നമ്മൾ മെനുവിൻ്റെ അകത്ത് കുറച്ചും കൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ ഡൈനിങ്ങിന്റെ സ്പേസും കൂടെ കുറച്ചൊന്ന് കൂട്ടണുണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസ് വരുന്നുണ്ട് അല്ലേ? ആരൊക്കെ അവിടെ സ്ഥിരം വരാറുള്ള, അല്ലെ അവിടെ നിന്ന് സ്ഥിരം വാങ്ങാറുള്ള ആരാ? സ്ഥിരം വരുന്ന രജീഷ നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ്. നൂറിൻ നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ്. അങ്ങനെ ഇവരൊക്കെ റെഗുലർ ആയിട്ട് വരുന്ന കസ്റ്റമേഴ്സാണ്. അനൂപ് ഉണ്ട്. അപ്പം അങ്ങനെ കുറെ നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് അവിടെ ഉണ്ട്. പിന്നെ അതല്ലാതെ നമ്മളുടെ സുഷി മേടിക്കുന്ന കുറെ ഇപ്പം പേര് വെളി പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരെന്ന് വെച്ചാൽ സ്വാസിക നമ്മുടെ ഒരു വലിയ സുഷി ഫാനാണ്. അങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്കൊരു ഇവന്റ് മാനേജ്മെന്റ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് നമ്മളെല്ലാം നമ്മുടെ അടുത്തല്ല, നമ്മൾ ജസ്റ്റ് ഫുഡ് മാത്രം കൊണ്ട് നമ്മൾ ലൈവായിട്ട് ചെയ്ത് കൊടുക്കും. പക്ഷെ ഒത്തിരി വലിയ മാക്സിമം 100 പാക്സ് വരെ ഉള്ള ഇവന്റുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് വെച്ചാൽ നമ്മൾ എല്ലാ ഇന്റർനാഷണൽ ക്യൂസീൻസ് ആയിരിക്കും. ഇന്ത്യൻ ഫുഡൊന്നും ഇല്ല. ഇന്റർനാഷണൽ ക്യൂസീൻസ് വെച്ച് നമ്മളൊരു ഇവന്റ്സ് ഞങ്ങൾ ചെയ്യുന്നത്. നമുക്ക് എത്ര വേരിയൻസാണ് ഉള്ളത് നമുക്ക് പിസ്സയില്? നമുക്ക് ഇവിടെ 24 ടൈപ്പ് പിസ്സ ഉണ്ട്. ഇവിടെ എറണാകുളത്തും 24? എറണാകുളത്ത് നമുക്ക് 19 ടൈപ്പാണ്. ഇവിടെ 24 ടൈപ്പ് പിസ്സ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് മീറ്റിൽ എല്ലാ മീറ്റും നമുക്കുണ്ട്. ലൈക്ക് നമുക്ക് മട്ടൺ ഇല്ല, മീൻസ് ബാക്കി ചിക്കൻ, ബീഫ്, പോർക്ക്, പിന്നെ നമുക്ക് പ്രോൺസിന്റെ ഉണ്ട്. അങ്ങനെ അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ കോട്ടയംകാരുടെ ഒരു ടേസ്റ്റ് എങ്ങനെയാണ്? ഏറ്റവും ഡിമാൻഡ് കോട്ടയംകാരുടെ നമ്മൾ ഇത് ഈ ടൈപ്പ് പിസ്സ. ഇതെന്ത് ടൈപ്പ്? ഇതിന്റെ പേരെന്താ? ഇത് സ്പെഷ്യൽ എന്ന് പറയുന്ന പിസ്സയാണ്. ബീഫും പെപ്പറോണി, മഷ്റൂം, ഒലിവ്സ്, ബേസിലൊക്കെ ആയിട്ട് വരുന്നത്. ഇത് ആക്ച്വലി ഈ ഇങ്ങനത്തെ പിസ്സ ഇത് ഒത്തന്റിക് ആയിട്ടുള്ള ഇറ്റാലിയൻ പിസ്സാസ് അല്ല. ഇതിന്റെ ഡോയും സോസും എല്ലാം ഒത്തന്റിക് ആണ്. അതിന്റെ മേളിൽ വരുന്ന ടോപ്പിംഗ്സ് നമ്മൾ ഓരോരോ രാജ്യങ്ങളിലെ ഫ്ലേവേഴ്സ് ആയിട്ട്, അതായത് രാജ്യങ്ങളിലെ സ്പൈസസ് നമ്മൾ ആഡ് ചെയ്ത് ഫ്ലേവർ ക്രിയേറ്റ് ചെയ്യുന്നത്.
അപ്പം ഞാൻ ഇത് ഇപ്പം ഈ പിസ്സ ഇത് ഗോർമേ പിസ്സാസ് എന്ന് പറയും. അപ്പം ഈ ഇങ്ങനത്തെ പിസ്സയുടെ വെച്ചാൽ നമ്മുടെ ആൾക്കാർക്ക് മറ്റേ നോർമൽ നെപ്പോളിയൻ പിസ്സ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ചീസും ടൊമാറ്റോ സോസ് കാണും, അവിടെ കുറച്ച് ചീസ് കാണും, പിന്നെ ഒരു ചിക്കനൊക്കെ ആണെങ്കിൽ അവിടെ ഇവിടെ 2-3 പീസ് ചിക്കനൊക്കെ ഇട്ട് അതാണ് നെപ്പോളിയൻ പിസ്സ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ അകത്തൊരു അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. ഇതും സവോഡയാണ്, അതും സവോഡയാണ്. പക്ഷേങ്കിൽ നെപ്പോളിയൻ പിസ്സയ്ക്കകത്ത് നമുക്കൊരു എന്താ നമ്മുടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ നാക്കുമായിട്ടൊരു നമ്മുടെ ആ ഒരു പാലറ്റുമായിട്ട് ബാലൻസ് ചെയ്യുന്ന ടൈപ്പ് ടേസ്റ്റ് എല്ലാവർക്കും അങ്ങോട്ട് സൂഹിക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഗോർമ പിസ്സാസ് ചെയ്യാന്ന് വെച്ചത്. അപ്പൊ നമുക്ക് ഇപ്പം ഒരു ഷവർമ കഴിക്കുന്നതിന്റെ ഏകദേശം ഒരു ഫീലിംഗ് കിട്ടും ഞങ്ങളുടെ ലെബനീസ് പിസ്സ കഴിച്ചു കഴിഞ്ഞാൽ. മനസ്സിലായില്ല, ഇപ്പൊ ഐഡിയ പിടിയിട്ടില്ല. അപ്പം അല്ലെങ്കിൽ ഒരു അൽഫാമിന്റെ വേറൊരു വേർഷനിലേക്ക് വരും ഈ പിസ്സയുടെ ഏതെങ്കിലും ഒരു ബൈറ്റിൽ ആ ഒരു ടച്ച് കയറി വരും. ഈ തനി ഇറ്റാലിയൻ പിസ്സയ്ക്ക് നമുക്ക് ഇവിടെ കോട്ടയത്ത് മാർക്കറ്റ് ഉണ്ട്. അങ്ങനെ പിസ്സ ചെയ്യുന്നവരും കോട്ടയത്തുണ്ട്. അപ്പൊ മാർക്കറ്റ് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. നമ്മുടെ ആളുകൾ ഇവിടെ വന്ന് വാങ്ങുവാണോ അതോ നമ്മൾ ഡെലിവറി ഉണ്ട്. നമ്മളൊരു 10-15 കിലോമീറ്റർ വരെയൊക്കെ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. മണർകാടിന് 15 കിലോമീറ്റർ. പിന്നെ നമ്മുടെ ഈ സെയിം മെനു പ്രൈസിൽ തന്നെ നമ്മൾ സ്വിഗ്ഗിയിലും നമ്മൾ അവൈലബിൾ ആണ്. അപ്പം സ്വിഗ്ഗിയിൽ നമ്മൾ കോട്ടയത്ത് ഏതൊക്കെ ദിവസം ഉള്ളത്? നമ്മൾ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ എല്ലാ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഉണ്ട് അല്ലേ? വൈകുന്നേരം 5 മണി മുതൽ 10 മണി വരെ ഇവിടെ വന്ന് വാങ്ങാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെലിവറി ബോയ്സ് കൊണ്ട് കൊടുക്കും, അതല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ അവൈലബിൾ ആണ്. ഓക്കെ. ഈ എറണാകുളംകാരുടെ ടേസ്റ്റ് എങ്ങനെയാ പിസ്സയില് നമ്മൾ സെയിം പിസ്സയും സെയിം റെസിപ്പിയും സെയിം സ്റ്റഫും എന്നുവെച്ചാൽ ഇതിന്റെ എല്ലാം ബേസ് ഇവിടുന്ന് തന്നെയാണ് പോകുന്നുണ്ട്. അപ്പം എറണാകുളത്ത് നമ്മൾ വേറെ സ്റ്റാഫ് ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ സോസ് അടിക്കുമ്പോഴത്തേക്കിനും എൻ്റെ മാറിനേഷൻ അടിക്കുമ്പോഴെല്ലാം ഇവിടെ ചെയ്യുന്നത്. അപ്പം സെയിം റെസിപ്പി ഇപ്പൊ ഇവിടെ കഴിക്കുന്ന ഒരു കസ്റ്റമർ എറണാകുളത്ത് എന്ന് കഴിച്ചാലും ഒരു തൊള്ളി പോലും വ്യത്യാസം അവർക്ക് പറയാൻ പറ്റത്തില്ല. പ്രൈസിംഗിൽ എങ്ങനെയാ? ഏത് പ്രൈസ് മുതൽ ഏത് പ്രൈസ് വരെയാണ് നമുക്കുള്ളത്? നമുക്ക് പിസ്സാസ് നമുക്ക് 3 വേരിയന്റ് പിസ്സ ഉണ്ട്. നമുക്ക് 8 ഇഞ്ച് ഉണ്ട്, 10 ഇഞ്ച് ഉണ്ട്, 12 ഇഞ്ച് ഉണ്ട്. നമുക്ക് ഇപ്പം എറണാകുളത്താണ് നമ്മൾ 8 ഇഞ്ച് കൂടുതലായിട്ട് നമുക്ക് സെയിൽ ആകുന്നത്. ഇവിടെ നമ്മൾ 10 ഇഞ്ചും 12 ഇഞ്ചും മാത്രമേ നമ്മൾ ഓപ്ഷൻ വെച്ചാൽ ഡെലിവറി ചെയ്യാണ്ട് നമുക്കത് പ്രാക്ടിക്കലി ഇത് വർക്കൗട്ട് ആകത്തില്ല. നമ്മൾ 8 ഇഞ്ച് നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ നമുക്കിത് 10 ഇഞ്ച് ആണെങ്കിൽ നമുക്കൊരു 500 450 to 425 മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. നമുക്കത് മുതൽ നമുക്ക് 1000 വരെയുള്ള പിസ്സാസ് ഉണ്ട്. എറണാകുളത്ത് നമുക്ക് 1250 വരെയുള്ള പിസ്സാസ് നമുക്ക് എറണാകുളത്തുണ്ട്. മീറ്റ് ലവർ എന്ന് പറഞ്ഞ പിസ്സ ഉണ്ട്. അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് അതിന്റെ ഫുൾ പിസ്സ ബേക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 1.2 kg വെയിറ്റ് ഉണ്ട്. പിസ്സയുടെ വെയിറ്റ് അത്രയും വെയിറ്റ് വരുന്ന പിസ്സയാണ്. അപ്പം നമ്മൾ ഇനി സംരംഭം എന്ന നിലയ്ക്ക് വരുമ്പോൾ നമുക്ക് എത്ര പേർക്ക് ഇപ്പോൾ ഫിലോയുടെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ എക്സിക്യൂട്ടീവ് ഷെഫായിരുന്നു. പെട്ടെന്നൊരു ദിവസം ജോലി പോയി. അപ്പം ജോലിയുടെ ബുദ്ധിമുട്ട്, അതിൻ്റെ ഒരു ജോലി ഉണ്ടെങ്കിലുള്ള നേട്ടവും അത് നഷ്ടപ്പെട്ടാലുള്ള ബുദ്ധിമുട്ടും നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പം എത്ര പേർക്ക് ഫിലോ ഡെലിക്കസിയിലൂടെ ജോലി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇവിടെയും എറണാകുളത്തായിട്ട്? നമുക്കിവിടെ ഇപ്പം നല്ലൊരു 7-8 പേര് ഉണ്ട്. 8 പേര് ഇവിടെ ഉണ്ട്. 8 പേരുണ്ട്. എറണാകുളത്ത് നമുക്ക് 8 പേരാണ്. ഇപ്പൊ ഈ മാസം ഒരാളും കൂടി ജോയിൻ ചെയ്യുമ്പോൾ 9 പേരാവും. ഇപ്പം നിലവിൽ 16 പേരുണ്ട് ഇവിടെ. ഇത് ബോണിയാണ്. ഞങ്ങള് ഈ ബിസിനസ് ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇത് നമ്മൾ ആദ്യമായിട്ട് ഹയർ ചെയ്ത സ്റ്റാഫാണ്. ശരി. ഇദ്ദേഹത്തിന്റെ റോൾ എന്താ അവിടെ? ഇദ്ദേഹത്തിന്റെ റോള് ഞങ്ങൾ പോസ്റ്റ് ഇല്ല, എല്ലാ റോളും സകല റോളിൻ്റെ അകത്തും പുള്ളി ഉണ്ടെന്നുള്ളതാണ്. അപ്പം പുള്ളിപ്പം എൻ്റെ കൂടെ എറണാകുളത്താണ്. ബോണിക്ക് അതല്ലാതെ ബോണിക്ക് വേറെ സൈഡിൽ കൂടെ വേറെ ബിസിനസ് ഉണ്ട്. പുള്ളി വലിയ മ്യൂസീഷ്യനാണ്. പുള്ളിക്ക് ലൈവ് ബാൻഡൊക്കെ ചെയ്യുന്ന കലാകാരനും കൂടിയാണ്. ബാൻഡ് ഉണ്ടോ നമുക്ക്? ഇല്ല. ഞാൻ പ്ലാൻ ചെയ്തുകൂടെ ചെയ്യണം. പിന്നെ നമ്മൾ ഏതായാലും നമ്മള് അവനെ നമ്മളവിടെ സ്റ്റാഫായിട്ടുണ്ട്. തീർച്ചയായിട്ടും ടീമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു ജോലി നഷ്ടപ്പെട്ട് ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോയ ഒരു ഘട്ടത്തിൽ നിന്ന് നമുക്ക് ഒന്ന് ഉയർത്തെഴുന്നേക്കാൻ പറ്റി. ഇപ്പം ഇത്രയും പേർക്ക് ജോലി കൊടുക്കാൻ പറ്റി, നല്ല നിലയ്ക്ക് പോകുന്നു. ഈ ഇങ്ങനെയുള്ളൊരു പ്രതിസന്ധി നേരിടുന്ന ആളുകളോട് ഇപ്പോൾ ഒരുപാട് പേരുണ്ട്, നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അവരോടൊക്കെ എന്താ ഒരു തൽക്കാലം വിജയിച്ച ഒരു സംരംഭകൻ എന്ന നിലയ്ക്ക് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? ഞാൻ അതിൻ്റെ ആ ഒരു ജോലി ഇല്ലാതെ വരുന്നതിൻ്റെ ഏറ്റവും ഒരു എക്സ്ട്രീം ലെവലിലെ പ്രഷർ അനുഭവിച്ച ആളാണ്. അപ്പം ഗിവപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഗിവപ്പ് മീൻസ് ഞാൻ വേറൊരു ഡിസിഷനിലേക്കൊന്നും പോകാതെ നമ്മൾ പിടിച്ചു വെച്ചാൽ എങ്ങനെയും നമുക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ.
അപ്പോൾ നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി ചെയ്യണമല്ലോ. അപ്പം നമ്മൾ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ പ്രഷർ കയറി നമ്മളങ്ങ് ഔട്ടാകാതെ നമ്മൾക്ക് അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ചാൻസ് കാണും. നമുക്കറിയത്തില്ല നമ്മൾ ഏത് ഡയറക്ഷനിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ പലത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നമുക്ക് പറ്റുന്ന പറഞ്ഞാൽ നമുക്ക് എന്തായാലും കൈ തെളിഞ്ഞു വരും. അതിനുള്ളൊരു സ്കോപ്പ് ഈ ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ. കോൺഫിഡൻസ് കൈവിടാതെ നിൽക്കുക, ബാക്കിയുള്ളത് ദൈവം തരും. ഫിലോസ് ഡെലിക്കസിന്റെ ബിസ് ആക്ച്വലി നമ്മുടെ ഗൂഗിൾ പേജ് ഉണ്ട്. ഫിലോസ് ഡെലിക്കസി കാക്കനാടും ഉണ്ട്, ഫിലോസ് ഡെലിക്കസി കോട്ടയം ഉണ്ട്. അതിനകത്ത് കോട്ടയത്തുള്ളവരാണെങ്കിൽ നേരെ അതിനകത്ത് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഡയറക്റ്റ് ഫോൺ നമ്പറിൽ നമുക്ക് ഡയറക്റ്റ് വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ ആ നമ്പർ, ഈ 2 നമ്പറിൽ പേജിലുള്ള 2 നമ്പറിലും വാട്സപ്പ് അവൈലബിൾ ആണ്. വാട്സപ്പ് വഴി നമുക്ക് ഓർഡർ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മളവിടെ ഡെലിവറി ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഫിലോസ് ഡെലിക്കസിയുടെ കഥ കേട്ടല്ലോ. ഫിലോയുടെ കഥയാണ് ഫിലോസ് ഡെലിക്കസിയുടെ കഥ. അതായത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ വീണു പോകും എന്ന് കരുതുന്നിടത്ത് നല്ല നല്ല ഉപദേശങ്ങൾ തരാൻ സുഹൃത്തുക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കേൾക്കുക, അവരെ ക്ഷമയോടെ കേൾക്കുക. അന്തിമ തീരുമാനം നമ്മുടേതായിരിക്കണം. നമ്മളുടെ കഴിവിൽ നമുക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ പല ഉപദേശങ്ങളിൽ നിന്ന് കൃത്യമായൊരു തീരുമാനത്തിലെത്താനും അതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. പിന്നെ ഏത് ജോലിക്ക് ഇറങ്ങിയാലും സിൻസിയറായി ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ വിജയം നമ്മളെ തേടി വരും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഫിലോയും ഫിലോയുടെ സഹോദരി ബ്ലസ്സി ചേച്ചിയും. അപ്പം മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഫിലോ, താങ്ക് യു. ചേച്ചി, ഓക്കെ.